ഇന്ന് തൊട്ട് പൊന്നൂസിന് മദ്രസയിൽ എക്സാം സ്റ്റാർട്ട് ചെയ്യായിരുന്നേ. അതുകൊണ്ട് ആൾ രാവിലെ തന്നെ എക്സാമിന് പോയിട്ട് വരുന്ന വരവാണ്. പൊന്നൂസ് ഓൾറെഡി സ്കൂൾ യൂണിഫോമൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ മദ്രസയിലെ എക്സാമിന് പോയത്. അതുകൊണ്ട് ആൾ വന്ന ഉടനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബസ് വന്നിട്ടുണ്ട്. പൊന്നൂസിനെ സ്കൂളിൽ വിട്ടിട്ട് ഞങ്ങൾ വാപ്പായും കൊണ്ട് ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോവുകയാണ്. സർജറി കഴിഞ്ഞ് വാപ്പ വീട്ടിലേക്ക് വന്നപ്പം വാപ്പ ഭയങ്കര ബോറടിയായിരുന്നു. അപ്പം ആൾക്ക് മിണ്ടിയും പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് നമ്മൾ മിച്ചിമായും കൂടി ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോൾ മിച്ചിമായെ വീട്ടിലാക്കിയിട്ട് പോകാമെന്നുള്ള പ്ലാനിലായിരുന്നേ. അങ്ങനെ ഞങ്ങൾ ഉമ്മയുടെ വീട്ടിലാക്കിയിട്ടാണ് കേട്ടോ പോയത്. കുറച്ച് മുമ്പ് നിങ്ങൾ കണ്ടത് ഉമ്മയുടെ കുടുംബ വീടാണ് കേട്ടോ. നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയത് കൊണ്ട് തന്നെ പൊടിമോള് നല്ല ഉറക്കമായിരുന്നേ. ആൾക്ക് ഫുഡൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ആളുടെ ഫുഡ് ഞാൻ എല്ലാം ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് ബാഗിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ യാത്ര തുടങ്ങുന്നത്. ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ പൊടിമോൾക്ക് ഫീഡൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങിയത്. വാപ്പായ്ക്ക് അടുത്ത ചെക്കപ്പിന് വരുമ്പം ഓൾറെഡി ഒരു ബ്ലഡ് ടെസ്റ്റ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പം അതിന് വേണ്ടി സാമ്പിളൊക്കെ കൊടുത്തിട്ട് നമ്മളവിടെ വെയിറ്റിങ്ങിലായിരുന്നേ. ന്യൂറോളജി ഡോക്ടറെ മാത്രം കണ്ടിട്ട് തിരിച്ചു പോകാൻ വന്ന ഞങ്ങൾ പിന്നെ യൂറോളജിയും ഗ്യാസ്ട്രോളജിയും ഒക്കെ കാണേണ്ട വന്നേ. കുറച്ച് വലിയ സർജറിയാണ് കേട്ടോ വാപ്പാക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ വാപ്പ ഒന്ന് ഓക്കെ ആയി വരാൻ കുറച്ച് ടൈം എടുക്കുമെന്നാണ് ഡോക്ടർ പറയുന്നത്. അതിനിടയ്ക്ക് ഇവിടെ വേറൊരു പണി എന്നെ തേടി വരുന്നുണ്ടായിരുന്നേ. വേറൊന്നുമല്ല കേട്ടോ, മാഷാ അല്ലാഹ് കുഴപ്പമൊന്നുമില്ലായിരുന്നു. എൻ്റെ ഹെൻസ് ബേബിക്ക് പെട്ടെന്നൊരു ടെമ്പറേച്ചർ അങ്ങ് വന്നേ. പ്രതീക്ഷിക്കാതെ നമ്മളെ തേടി വന്ന പനിയായതുകൊണ്ട് എൻ്റെ കയ്യിൽ മെഡിസിൻ ഒന്നും തന്നെ ഇല്ലായിരുന്നേ. അതുകൊണ്ട് നമ്മൾ ഒരു മെഡിക്കൽ ഷോപ്പ് അന്വേഷിച്ചുള്ള യാത്രയിലായിരുന്നേ. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് കുറച്ചധികം ദൂരം പോയപ്പോഴത്തേക്കും നമ്മളുടെ കണ്ണിൽ ഒരു മെഡിക്കൽ ഷോപ്പ് കണ്ടു കിട്ടിയിട്ടുണ്ടേ. പാർക്കിംഗ് ഒക്കെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു കേട്ടോ ഈ ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പാർക്കിംഗ് കിട്ടാൻ കുറച്ച് പാടായിപ്പോയി. എന്നാലും ഞങ്ങളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് പാർക്കിംഗ് ഒക്കെ ചെയ്തിട്ട് ഞങ്ങളെ കാറിൽ തന്നെ ഇരുത്തിയിട്ട് മാമ ഷോപ്പിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ മെഡിസിൻ വാങ്ങാനായിട്ട്. സത്യം പറഞ്ഞാൽ ആ മെഡിസിൻ എൻ്റെ കൈ കിട്ടുന്നവരെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നേ. കാരണം ഞാൻ മെഡിസിനും എടുത്തില്ല, ആൾക്ക് നന്നായിട്ട് ടെമ്പറേച്ചറും കയറുന്നുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ ഹെൻസ് ബേബിക്ക് മെഡിസിനൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ തിരിച്ചെത്തി കേട്ടോ. അപ്പോഴേക്കും വാപ്പയുടെ എല്ലാ ഡോക്ടേഴ്സിൻ്റെയും കൺസൾട്ടേഷനൊക്കെ കഴിഞ്ഞിട്ട് വാപ്പ വീട്ടിലേക്ക് പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുമായിരുന്നേ. ഹോസ്പിറ്റൽ പരിപാടികളെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഏകദേശം ഒന്ന് ലേറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്ക് വാപ്പാക്ക് ബാങ്കിൽ ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നേ. അങ്ങനെ വന്ന വഴിക്ക് ഒരു ബാങ്കിലും കയറി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാം. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഡു ഫോളോ ആൻഡ് കമൻറ്റ്.